അതിനിടയിൽ ഇത് എങ്ങനെയാണ്ടേക്കോ ഇളക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞതോടുകൂടി ആ ബോൾട്ട് അങ്ങനെ വെച്ച് ബാക്കിയുള്ള ബോൾട്ടെല്ലാം കൂടി ഇട്ട് മുറുക്കി വിട്ടു. വർക്കാവുന്ന ഒരു രീതി ഉണ്ടാകും. ഇത് കണക്ക്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിതാ ഈ കാണുന്നത് ബ്രസയാണ്, ബ്രസയുടെ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ അധികം ന്യൂട്ടൺ മീറ്ററും അത് കണക്ക് തന്നെ BHPയും ഈ ഒരു എഞ്ചിന് ഒരല്പം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ വരുന്ന ടർബോയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊന്നും പറയാനല്ല നമ്മൾ വന്നത്. ഇതിൽ പൊതുവായിട്ട് വരുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ക്വാഡ്രാജെറ്റ് ആയിക്കോട്ടെ, മൾട്ടിജെറ്റ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ DDS എഞ്ചിൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ പൊതുവായിട്ട് വരുന്ന ഒരു സർവീസിൻ്റെ ഭാഗം. നമ്മൾ സ്ഥിരമായിട്ട് പാടുന്നൊരു പല്ലവിയുണ്ട്, വണ്ടിയുടെ ടർബോ, EGR, ഇൻ്റർകൂളർ, മാപ്സൻസ്, ഫ്ലോ സെൻസറൊക്കെ 30,000 കിലോമീറ്ററിലും ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് ഇളക്കിയതാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അത് കണക്കിന് ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് മാറ്റാനും വേണ്ടിയുണ്ട്. അപ്പം ചില ആൾക്കാർ ഇത്തരം ഭാഗങ്ങളൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയോ അല്ലെങ്കിൽ സാമ്പത്തിക ചിലവ് കൂടുതൽ വരും എന്നുള്ള ഭയത്താൽ ഒരു പക്ഷേ സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ചെയ്തുകൊണ്ടൊരു പ്രയോജനമില്ല. ഒരു സ്വിഫ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കറുത്ത പുകയുമായിട്ട് വന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ക്വാഡ്രാജെറ്റ്, മൾട്ടിജെറ്റ്, അത് കണക്ക് തന്നെ DDS എഞ്ചിനൊക്കെ വരുന്ന EGR കൂളിംഗ് സെക്ഷൻ വരുന്ന ഈ ഒരു ഭാഗമാണ്. അതിൻ്റെ ഓസുകളാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഡാമേജ് ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് മാറിയേക്കണം. ഇതിലേ വരുന്ന കൂളൻ്റ് നേരെ കയറിയിട്ട് ഇതാ ഇതിലെ ഔട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൂളൻ്റ് ഈ കാണുന്ന ഓസുകളുണ്ടോ, പൈപ്പുകളുണ്ടോ, ചെറിയ പൈപ്പുകൾ, ഈ പൈപ്പിൽ കൂടെ വരുന്നതെന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസാണ് വരുന്നത്. ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് നേരെ വരുന്നതെന്ന് വെച്ചാൽ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ടായിരിക്കും. അപ്പം ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ തണുപ്പിക്കാനായിട്ടാണ് ഈ ഒരു കൂളിംഗ് സെക്ഷൻ വെച്ചേക്കുന്നത്. അപ്പം ഈ പൈപ്പുകൾ, ഈ കാണുന്ന പൈപ്പുകൾക്ക് എന്തെങ്കിലും രീതിയിൽ കാർബൺ കയറി അടവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു EGRൻ്റെ ഒരു ബ്ലോക്കിലേക്ക് പോകാനും കറുത്ത സ്മോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. ചില ആൾക്കാർ ഈ വാൽവ് കൊണ്ടൊന്നും ഇളക്കി ക്ലീൻ ചെയ്യാൻ മെനക്കെടാറില്ല ചില ആൾക്കാർ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇതേപോലെ വർക്കാവാത്തൊരു സാഹചര്യം വരും. അതായത് ഇതിൻ്റെ അകത്ത് ഹാർഡ്നെസ്സോ ജാമോ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കാണുന്ന സോളിനോയിഡ് യൂണിറ്റ് ഉണ്ടോ, ഈ സോളിനോയിഡ് യൂണിറ്റ് ഇതേ കണക്ക് ഫ്രീ ആയിട്ടിരിക്കും. ലൈൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് സ്റ്റക്കായി കണക്കിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ച് മുറുക്കി കാണിച്ചു തരാം. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ജാമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സോളിനോഡിന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോളിനോഡ് ഹീറ്റായി ഡാമേജ് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിരിക്കും. സോളിനോഡാണ് ഈ ഒരു വാൽവിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു വാൽവിനെ ഇതുപോലെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ കാണുന്ന സോളിനോഡാണ്. അപ്പോൾ സോളിനോഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കരമായ മിസ്സിങ്ങും അതിനൊക്കെ തന്നെ വൈറ്റ് സ്മോക്കും ഒരുമാതിരി വണ്ടിയുടെ ഇഞ്ചക്ടറൊക്കെ അടിച്ചു പോയ കണക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വണ്ടിക്ക് പിക്കപ്പൊക്കെ കുറയും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വാൽവൊക്കെ EGRും ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇളക്കി ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഈ വാൽവ് യൂണിറ്റിലോട്ട് ഈ കാണുന്ന സോളിനോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് വർക്കാവുന്നത് ജസ്റ്റ് നോക്കിക്കോ. ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഞാനിപ്പം കണക്ട് ചെയ്യുമ്പം കണ്ടോ, വർക്കാവുന്ന ഒരു രീതി ഉണ്ടാകും. ഇത് കണക്ക് ECM നിന്ന് വരുന്ന കറണ്ടിനനുസരിച്ച് ഈ ഒരു വാൽവ് യൂണിറ്റ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് തുറന്നു കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് എക്സോസ്റ്റ് ഗ്യാസ് നേരെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വാൽവ് യൂണിറ്റിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സമുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വാൽവ് യൂണിറ്റിന് വയർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഈ ഒരു വാൽവ് യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കാർബണൊക്കെ അടിഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും രീതിയിൽ തടസ്സമോ പ്രശ്നമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് വർക്കാവത്തില്ല. ആ ഒരു സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സോളിനോട് കൂടെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഭാഗവും കൂടി കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് വെച്ചാൽ MAP സെൻസറുകൾ. ഇതിപ്പം MAP ആണ്, മാനിഫോൾഡ് ആബ്സൊല്യൂട്ട് പ്രഷർ സെൻസറാണ്. അതുകൊണ്ട് MAF വരുന്നുണ്ട്, മാസ് എയർ ഫ്ലോ സെൻസർ വരുന്നുണ്ട്. ഈ സെൻസറുകൾ എല്ലാവരും ക്ലീൻ ചെയ്യും, ആരും മറക്കത്തൊന്നുമില്ല, അതെല്ലാം ക്ലീൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻ്റർകൂളറും എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, നമ്മൾ ഇളകി കാണിച്ചിട്ട് അതും മിക്കവാറും ചിലവരൊക്കെ അത് മാത്രം ഇളകി ക്ലീൻ ചെയ്ത് ഉടായിപ്പിച്ച് വിടുന്നൊരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു MAP സെൻസർ ക്ലീൻ ചെയ്യുന്നത് ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ കോൺടാക്ട് ക്ലീനേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യുക. ഒരു കാരണവശാലും ഡീസൽ, അത് കണക്ക് തന്നെ പെട്രോള്, മണ്ണെണ്ണ, ടർപ്പൻ, അതുപോലെ വെള്ളം അടിച്ച് വാഷ് ചെയ്ത് വൃത്തിയാക്കുന്ന പരിപാടി, പിന്നെ ഈ WD-40 പോലുള്ള സാധനങ്ങൾ, WD-40
ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി WD-40 തന്നെ അതിൻ്റെ പർപ്പസിന് വരുന്ന സാധനമുണ്ട്. അത് ക്ലീൻ അതിട്ടല്ലാതെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് അടിച്ച് വൃത്തിയാക്കത്തില്ലേ, അതൊക്കെ ഇട്ട് അടിച്ച് ക്ലീൻ ചെയ്യുന്നത് റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഈ വെള്ളമോ അല്ലെങ്കിൽ ഡീസൽ, മണ്ണെണ്ണ, പെട്രോള്, ടർപ്പൻ അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കുന്നത് റിസ്ക്കാണ്. അപ്പം ഒരു ത്രോട്ടിൽ ബോഡി ക്ലീനർ വാങ്ങിക്കുക, ഇത് അടിച്ചങ്ങോട്ട് വൃത്തിയാക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം MAP MAF സെൻസറുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യം നിർബന്ധമായിട്ടും മറക്കരുത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ്. ഇത് ഇളക്കി വെളി വെച്ചേക്കെന്ന് വെച്ചാൽ കഠിനമായ പുകയും പ്രശ്നമൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതാണ് ഓയിൽ സെപ്പറേറ്ററിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിൽ വരുന്ന ഹോസുകൾ ഡാമേജ് ഹാർഡ് ആണെങ്കിൽ ഇപ്പം ചില സമയത്ത് ഇത് കട്ടിയാവും. ഓടി തണുത്തും ചൂടായും തണുത്തും വരുമ്പോഴത്തേക്ക് കട്ടിയാവും. അങ്ങനെ വന്നിട്ട് ഇത് പൊട്ടാൻ തുടങ്ങും. ഇത് ഈ ഒരു ഭാഗം ഇതിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങും. ഇതിൽ വലിയ വിഷയം കാണിക്കുന്നില്ല, പക്ഷേ നമ്മൾ മാറിയാണ്. അപ്പം ഇത്തരത്തിൽ പൊട്ടാൻ തുടങ്ങും. പൊട്ടിത്തുടങ്ങിയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഓസുകൾ മാറുക. കാര്യം അതുവഴിയൊക്കെ ഓയിൽ ചെറിയ രീതിയിലെങ്കിലും ലീക്ക് വരാനും ആ സൈഡിൽ മൊത്തം ഒലിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ EGR കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഇതാണ്ടേ EGRൻ്റെ യൂണിറ്റിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഈ ഒരു വണ്ടി EGR കൂടുതൽ ക്ലീൻ ചെയ്തത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം EGR ക്ലീൻ ചെയ്ത സമയത്തൊന്നും ഇതിൻ്റെ സോളിനോട് യൂണിറ്റ് ഇളക്കി റെഡിയാക്കിയിട്ടില്ല. അത് കണക്കന്നെ ഇതിൻ്റെ അകത്ത് കാര്യമായ രീതിയിൽ കരിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു യൂണിറ്റ് മാത്രം ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കൂളിംഗ് യൂണിറ്റും ഈ ഒരു വാൽവിൻ്റെ യൂണിറ്റും നിർത്തി, കൂളിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആക്കി നിർത്തി ക്ലീൻ ചെയ്തു. ഈ ഒരു സോളിനോട് യൂണിറ്റ് ഇളക്കി അതൊരു ഫ്രീ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല. ഇതിൻ്റെ അകമൊക്കെ അത്യാവശ്യം ഭയങ്കര അടവോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് സോളിനോട് യൂണിറ്റും കൂടെ ഇളക്കി ക്ലീൻ ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നു. ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ കറുത്ത സ്മോക്ക് ഇങ്ങനെ പറന്ന് വരികയാണ്. അതായത് ഓസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്ന കണക്ക്. അങ്ങനെ നമ്മളിതിൻ്റെ ഓസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അത് കണക്കിന് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ, അതായത് ഇൻ്റർകൂളറിൻ്റെ ഭാഗത്തോട്ട് വരുന്ന ഓസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇൻ്റർകൂളറിന് ഓയിൽ ചെറുതായിട്ട് ഉള്ളോട്ടുണ്ട്, പക്ഷേ അത്ര കറുത്ത പുക വരാനുള്ള ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു കാര്യം കണ്ടെത്തുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ്. അപ്പം എല്ലാവരും വാഹനങ്ങളുടെ ഇല്ലറ്റ് മാനിഫോൾഡ് നിർബന്ധമായിട്ടും ഇളക്കി ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ ഇല്ലറ്റ് മാനിഫോൾഡിന് എന്തെങ്കിലും രീതിയിലുള്ള വള്ളി കിട്ടിയാൽ ഇല്ലറ്റ് മാനിഫോൾഡിൽ ഇത് കണക്ക് എന്തെങ്കിലും അടവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കാര്യമായ രീതിയിൽ എഞ്ചിനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണമെന്ന് വെച്ചാൽ എഞ്ചിനിലോട്ട് ഇതിൽ വരുന്ന കാർബൺ സൂട്ട്സ്, ഈ കാർബൺ സൂട്ട്സ് എല്ലാം കൂടി കുറച്ച് ഇങ്ങനെ നടന്ന് എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോൾട്ടൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. സംഭവം എന്ന് വെച്ചാൽ ഇത് നേരത്തെ ആരോ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബോൾട്ട് ഒടിഞ്ഞുപോയി. അതായത് ഇതിപ്പം ഓൾറെഡി ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് ഇതിൽ ഫിക്സ് ആയിരുന്നു. ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് ഇതിൽ ഫിക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ബോൾട്ട് ഇതാണ്ട് ഇവിടെ ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്നുണ്ടാ, ഇത് കണക്ക് 3 ബോൾട്ട് കൂടെ, അതായത് മൊത്തത്തിൽ 4 ബോൾട്ട് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ആരോ ഇത് ഇളക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ബോൾട്ടെല്ലാം ഇളക്കി. അതിൻ്റെ ഇടയിൽ ഈ ഒരു 4 ബോൾട്ട് ഒടിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇത് എങ്ങനെയാണ്ടേക്കോ ഇളക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞതോടുകൂടി ആ ബോൾട്ട് അങ്ങനെ വെച്ച് ബാക്കിയുള്ള ബോൾട്ടെല്ലാം കൂടി ഇട്ട് മുറുക്കി വിട്ടു. ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ടർബോ ബൂസ്റ്റ് ചെയ്യുന്ന എയർ കൃത്യമായിട്ട് എഞ്ചിനിലേക്ക് എത്തത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞതോടുകൂടി ഈ പാക്കിങ്ങിൻ്റെ പിടുത്തം ഹെഡിൽ നിന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരല്പം അങ്ങോട്ട് കാല് കൊടുക്കുമ്പോഴത്തേക്ക് ടർബോ ബൂസ്റ്റ് ചെയ്യുന്ന എയർ ഇതിൻ്റെ ഇടയിൽ കൂടെ ചീന്നും പറഞ്ഞ് വെളിയിലോട്ട് അടിച്ചു പോകും. അപ്പം സാധാരണ ഒരു വണ്ടിയുടെ ടർബോ സംബന്ധമായിട്ടുള്ള ഒരു ഓസുകൾക്ക് ഡാമേജ് വന്നാൽ എങ്ങനെയാണോ ബ്ലാക്ക് സ്മോക്ക് വരുന്നത്, അത് കണക്കാണ് ഈ ഒരു വാഹനത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ 4 ബോൾട്ടുകളും പൊട്ടി അത് റീപ്ലേസ് ചെയ്യാതെ മറ്റു ബോൾട്ടുകൾ ചുമ്മാ അങ്ങനെ തന്നെ വെച്ച് മുറുക്കി എങ്ങനെയോ സെറ്റ് ചെയ്ത് വിട്ടു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനൊരു പണി കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ ഇത്രയും ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ കാണിച്ച് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ പണി ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമറിനോട് കൃത്യമായിട്ട് പറയുക, ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കുമ്പം ഇതേപോലെ പൊട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ പൊട്ടിയാൽ ബോൾട്ട് ഒടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെയാണെങ്കിൽ എഞ്ചിൻ വെളിയിലെടുത്ത് വെച്ച് വെൽഡ് ചെയ്ത് എടുക്കലേ മാർഗ്ഗമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിത് ഇളക്കുന്നു എന്നുള്ളത് പറയുക. കാരണം വെച്ചാൽ ഇളക്കുമ്പോൾ ബോൾട്ടൊക്കെ ഒടിഞ്ഞു പോയാണെങ്കിൽ ആ ബോൾട്ടിൻ്റെ പിടുത്തം നഷ്ടപ്പെടുന്നതോടുകൂടി ആ ഭാഗത്തൂടെ എയർ ലീക്ക് ആവാനും ഇത്തരത്തിൽ കറുത്ത സ്മോക്ക് വരാനും വണ്ടിക്ക് വലിവ് കുറയാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. ഈ കാണുന്ന ഇല്ലറ്റ് മാനിഫോൾഡിലോട്ടൊക്കെ വന്നടിയുന്നതായി ഇതുപോലത്തെ കാർബൺ ഡെപ്പോസിറ്റ് കണ്ട. ഈ കാർബൺ ഡെപ്പോസിറ്റ് ഇളകി കഴിഞ്ഞാൽ നേരെ എവിടെയാണ് പോകുന്നത്? എഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ വാൽവുകൾക്കിടയിൽ കയറിയിട്ട് അത് ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇല്ലറ്റ് മാനിഫോൾഡ് നിർബന്ധമായിട്ടും ഇളക്കി ക്ലീൻ ചെയ്യണം.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതാ ഇത് EGR-ൻ്റെ ഒരു നെക്സെറ്റാണ്. ഇപ്പം ഈ ഒരു സെറ്റ് വരുന്നത് ഇല്ലറ്റ് മാനിഫോൾഡ് അകത്തോട്ട് ഇതാ ഇത്തരത്തിലാണ് വരുന്നത് കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പം ഇല്ലറ്റ് മാനിഫോൾഡ് ഈ ഒരു ഭാഗത്തോട്ട് കാര്യമായ രീതി കരിയും കാര്യങ്ങളും അടഞ്ഞ് മൊത്തത്തിൽ അടഞ്ഞിട്ട് ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് എയർ കയറാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ചിലവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ ഇല്ലറ്റ് മാനിഫോൾഡൊന്നും ഇളക്കത്തില്ല, മറ്റു ഭാഗങ്ങളൊന്നും ഇളക്കാതെ വെറുതെ ഇതാ ഇത് മാത്രം അങ്ങോട്ട് ഇളക്കും, ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്യും. ഇതാ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് വൃത്തിയാക്കും. ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ കരി ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ സക്സസ് സ്ട്രോക്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന കരിയ വാലിൻ്റെ ഇടയിലോട്ട് എൻജിൻ വലിച്ച് കയറ്റും. അത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള സാധനമാണ്. ഇത് മാത്രമായിട്ട് ക്ലീൻ ചെയ്ത് ചുമ്മാ എടുത്ത് സെറ്റ് ചെയ്യും, ഒരു പ്രയോജനവുമില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത പണിയാണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ പ്രത്യേകം ഇളക്കി ചെക്ക് ചെയ്യാനും അതിനങ്ങനെ ക്ലീൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.